എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ് പോവാണ്. നമ്മൾ ആദ്യം പോകുന്നത് പറശ്ശിനിക്കടവ് കള്ളിഷാപ്പിലേക്കാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ കള്ളിഷാപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ നേരെ ഷാപ്പിലേക്കായിരിക്കും പോവുക. അവിടെ നണിയൂർ ഷാപ്പ്, അത് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട്. ഇപ്പം ഇവരെല്ലാവരും വന്നുകൊണ്ട്, ചേട്ടനും ചേച്ചിയും എല്ലാവരും വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് പോവാന്ന് വെച്ചു. അപ്പം അവിടെ ആദ്യം പോയി പിന്നെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത്. നാടൻ കറി, നാടൻ കോഴി, പിന്നെ പന്നി, അപ്പൊ എന്താ വേണ്ട? കപ്പ, പച്ചക്കപ്പയുണ്ട്, വട്ടക്കപ്പയുണ്ട്, പിന്നെ വെള്ളയപ്പുണ്ട്, പിന്നെ അതല്ല കക്കയാണ്, നല്ല പരിപ്പുള്ള. നമ്മളെവിടെയാ വന്നേക്കണേ? ക്യാറ്റിന് വേണോ ഉച്ച? പച്ചക്കപ്പയുണ്ട്, ഉച്ചയുണ്ട്, വെള്ളയപ്പുണ്ട്, മുട്ടയപ്പുണ്ട്, കപ്പയുണ്ട്, വട്ടക്ക. ഇപ്പൊ എല്ലായിടത്തും പോയി അവസാനം ഞാൻ പറഞ്ഞിടത്ത് വന്നോ. ഓ ആർത്തിയാ ചെയ്യാൻ വേണ്ടി തീരുവാനായി. അവള് പറഞ്ഞ കേട്ടാ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവോ? ചായ അത് കിച്ചോ വേണ്ട കേട്ടാ, വേണ്ട. ആര് എല്ലാണോ വരട്ടെ. എന്താ ചെങ്ങി അങ്ങനെ ഒരു ക്യാമറമാൻ മുളകിട്ട് സാധാ കുഴിയാണ്. പന്നി, കൂന്തൽ, ബീഫാണ്, മത്സ്യം. മുട്ടയപ്പം തീർന്നെ ഇതാ ഇടേ അതാ മുട്ടയപ്പൂണ്ടല്ലോ, അതില്ല. മടി മാറ്റും. അപ്പല്ല വേറെന്നുള്ള വേറൊന്നുമില്ല. അപ്പല്ലേ ഉള്ളൂ, വേറെ ഒരു വാട്ടിപ്പഴത്തിലാണ് നമ്മുടെ ലാസ്റ്റ് മനസ്സിലാകും. കപ്പയല്ലോ, ഒരു കപ്പയുണ്ട്, കപ്പയുണ്ട്. ടേസ്റ്റ് ഉണ്ട്. കിച്ചോ അങ്ങനെയുണ്ട് ഭക്ഷണം എല്ലാം? കിച്ചോ ഭക്ഷണം എങ്ങനെയുണ്ട്? കിച്ചോ ഭക്ഷണം എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയേ. പൂച്ചയായിരിക്കും. നമ്മളങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് തീർത്ത് ഫുൾ കംപ്ലീറ്റ് ആക്കി. അമ്മു 2 കുപ്പി കള്ളു കുടിച്ചു തീർത്തു. രണ്ടും 2 കുപ്പി കള്ളു കുടിച്ചു തീർത്തു. നിർവഹിച്ചു. നല്ല എരിവുണ്ട്.
നമ്മൾ പറശ്ശിനിക്കടവ് നനിയൂർ ഷാപ്പിൽ പോകാൻ വേണ്ടി ഇരുന്നു. പക്ഷെ അപ്പം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അത് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഫുള്ളായി. ഭക്ഷണമെല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഷാപ്പ് കണ്ടു. അതുകൊണ്ട് നമ്മൾ വേറെ ഷാപ്പിലേക്ക് വന്നു. ഇത് കാഞ്ഞിരങ്ങാടാണ്. കാഞ്ഞിരങ്ങാടല്ലല്ലോ, കാഞ്ഞിരങ്ങാട് തന്നെ അല്ലേ? കാഞ്ഞിരങ്ങാട് ഒരു ഷാപ്പിലേക്കാണ് വന്നത്. പപ്പ പറഞ്ഞു ഇവിടെ നല്ല കള്ളും ഫുഡും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. ഞാന് ഷാപ്പിന്റെ ഫ്രണ്ടെല്ലാം കാണിച്ചു തരാം. ഇയാള് വന്ന അലമ്പാണ്. എന്ത് കമന്റ് മൊത്തം എന്റെ ഫാൻസ് ആയിരിക്കും. അതെ, ആദ്യമായിട്ട് 1 മില്യൺ അടിക്കാൻ പോകുന്ന വീഡിയോ ആയിരിക്കും ഇതല്ലേ? കാണിച്ചില്ലേ? പൂസായതുകൊണ്ടാ തോന്നുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ എന്നെ ചെയ്യുന്നേ? കൈ അവനായാലും കൈകി. ഇതാണ് നമ്മൾ കയറിയ ഷാപ്പ്. കാഞ്ഞിരങ്ങാട് ഷാപ്പാണിത്. അതായത് തളിപ്പറമ്പിൽ നിന്ന് ആലക്കോടേക്ക് പോകുന്ന വഴി, അവിടെയാണ് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഷാപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം. റോഡ് സൈഡിൽ തന്നെയാണ്, നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കാണും. തളിപ്പറമ്പിൽ നിന്ന് ആലക്കോടേക്ക് പോകുമ്പം ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷാപ്പ് വരുന്നത്. ഈ ഫ്രണ്ടിൽ തന്നെ ഒരു പെട്ടിക്കടയുണ്ട്. നമ്മളിപ്പം മാട്ടൂല് ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നൊരു 1/4 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. കണ്ണൂർ ടൗണിൽ നിന്ന് നമ്മൾ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. നമുക്കൊരു 1 മണിക്കൂറിന് അടുത്തുണ്ട്. മാപ്പിൽ പെറ്റ് സ്റ്റേഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഇത് കയറി കാണിച്ചു തരാം. നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മളിപ്പം അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ കുറേ ഹോട്ടൽസ്, ചെറിയ ചെറിയ ഷോപ്പ്, ഐസ്ക്രീം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം ഓണാവും. ഇതൊക്കെ തൊട്ടിപ്പുറം കടലാണ്. വൈകുന്നേരം ആണ് ഇവിടെ നല്ല തിരക്ക്. കാരണം ബസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നേരെ കടലിലേക്കാണ് പോവാറ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബസ് സ്റ്റേഷനിൽ. ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ വേണ്ടി. ടിക്കറ്റ് എനിക്ക് ഒന്ന് 25-50 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. എത്രയാണെന്ന് ഇപ്പം എടുത്തിട്ട് നോക്കാം. കാരണം ഞാൻ ഒരു 1.5 കൊല്ലം മുന്നേ കണ്ടാണ് ഇതിന് മുന്നേ ഞാൻ വന്നത്. അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് എത്രയാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അമ്മവും പപ്പയും അവിടെ നിൽക്കുന്നുണ്ട് എൻട്രൻസിൻ്റെ ഇവിടെ. ഇതിലാണ് കയറേണ്ടത്. ആ ശരിയാ, ഫ്രണ്ട് മാറ്റി. ടിക്കറ്റ് എത്രയായിരുന്നു? ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്തു. എത്ര ടിക്കറ്റ്? ടിക്കറ്റ് 150 റുപ്യ ഒരാൾക്കാ? എൻട്രി ഫീ മാത്രമാണ് 150. ഫിഷിനെ ഫീഡ് ചെയ്യണമെങ്കിലും ഒരു പെറ്റിന്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ 50 റുപ്യ അധികം. ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടി മാത്രമുള്ള പൈസ എത്രയാ? 150 റുപ്യ. 150 രൂപ. അങ്ങനെ കണ്ടത് അതിന്റെ താറാവുണ്ട്. താറാവ് എന്നേ ഉള്ളൂ. വെള്ളം കിടക്ക്, വെള്ളം ഇറക്കി വിടാൻ അങ്ങോട്ട്. ഫിഷിന്റെ അകത്തേക്കാണെങ്കിൽ ഇറക്കി മാറ്റം അങ്ങനെയൊന്നും അല്ലായിരുന്നു. പൈസ കൂട്ടി ഇവിടെ എല്ലാം പണികളൊക്കെ അതുകൊണ്ടാണ്.
ചക്കര കടക്കുവാണോ കിച്ചോ? കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നല്ല തുറന്നതാണ്. കൈ അടച്ചു വെക്കടാ. ഇതിന്റെ വായനത്ര കിച്ചു അത് വാങ്ങാൻ പോകും. കയ്യേ നമ്മളങ്ങനെ മൊത്തം കണ്ടു കഴിഞ്ഞ് എക്സിറ്റിലേക്ക് വരുമ്പം അവസാനമുള്ള സംഭവമാണ് ഇത്. നമുക്ക് അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ടോയ്സ് അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബസ് സ്റ്റേഷനിൽ കയറി കണ്ട് ഇറങ്ങി നമ്മളിനി പഴയങ്ങാടി ഫലൂദയിലൊന്ന് കയറാമെന്നാണ് വിചാരിക്കുന്നത്, ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് അങ്ങോട്ടേക്ക്. നമുക്ക് പഴയങ്ങാടി ഫലൂദയിൽ പാർക്കിംഗ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തളിപ്പറമ്പ് ഫലൂദയിൽ കയറാമെന്ന് വെച്ച്. നമുക്ക് ഈ വഴി വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പയ്യന്നൂർ കയറിയാൽ മതിയായിരുന്നു. നമ്മളതുകൊണ്ട് ഇവിടെ കയറി നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മെനു നോക്കി എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പൊ സംഭവിച്ചേ? കിച്ചു കിച്ചു എന്താ ഐസ്ക്രീം വേണ്ടേ കിച്ചുനെ?
നാച്ചുറൽ ആരാ? ഒന്നിവിടെ അല്ല, നാച്ചുറൽ ഇവിടെ. അതാ എനിക്ക് സ്പൂണ്. ആ വേണമെങ്കിൽ ബാക്കിൽ നിന്ന് പറഞ്ഞോ, സൈൻ ഓഫ് ചെയ്തോ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ അതിനൊരു ഇതില്ല. ലൈക്ക് ഓപ്ഷൻ ഇല്ല യൂട്യൂബിൽ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ആണോ? അത് എടുത്തു മാറ്റി സൗണ്ട് കാണിക്കില്ല. ഓ, അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ട താല്പര്യമില്ല ഞാൻ ഇന്ന്. ഒരിക്കലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവര് ബൈ. ഷമ്മിയെന്ന് ഇത് നല്ല രസമായിരിക്കും. അത് ഉറപ്പായി ഇടുന്നുണ്ട്.